10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ട് ഷട്ടർ തുറക്കാൻ പോവാണ് ഞാൻ. സോ ഷട്ടർ ഡയറക്ടറുടെ അടുത്ത് ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കും. ജസ്റ്റ് സേ ട്രൂ ഓർ ഫാൾസ് ആൻഡ് വൈ. ഓക്കെ. ചിലരുടെ വായിക്ക് ഷട്ടർ ഇടണം എന്ന് തോന്നിയിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ആരുടെ? തനിക്ക് അർഹതയില്ലാത്തത് അർഹതയുണ്ട് നടിക്കുന്ന ആൾക്കാരുടെ. ഇൻഡസ്ട്രിയിലെ മൊത്തം ഇൻഡസ്ട്രിയെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലും ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഷുവർ. ഞാൻ മലയാള സിനിമയിൽ മൊത്തം ഷട്ടർ ഇട്ടത്. ഞാൻ ഷട്ടർ തുറക്കല്ലേ ചെയ്ത്. ഞാൻ ഈ മലയാള സിനിമയുടെ മൊത്തം അലമ്പ് സിനിമകൾക്ക് ഷട്ടർ ഇടയത്. ഇപ്പൊ കുട്ടികളുടെ പുതിയ സിനിമ ഉണ്ടാക്കുന്നു. ആമേൻ എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, പുഷ്പം പോലെ സിനിമകൾ ഉണ്ടാകുന്നില്ലേ. ഒരു പടം എടുത്ത് ഫ്ലോപ്പായി വർഷങ്ങളായി അലഞ്ഞു നടക്കുന്ന ഷട്ടറിലെ ശ്രീനിവാസനെ പോലുള്ള ഡയറക്ടേഴ്സ് ഇന്നും ഇൻഡസ്ട്രിയിലുണ്ട്. തീർച്ചയായിട്ടും എനിക്കറിയാം. എനിക്ക് അടുത്തറിയുന്ന എത്രയോ സിനിമാ സംവിധായകരുണ്ട്. ഒരു പടം എടുത്തു, അല്ലെങ്കിൽ ഒരു പടം പകുതി വെച്ച് നിന്നുപോയി. അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. ആരും വില വെക്കില്ല അവരെന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? ആരും വില വെക്കിയ ഒരു സഹതാപമൊക്കെ ഉണ്ടാവും. സഹതാപം, പുച്ഛും പരിഹാസമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവരൊരു ക്ലറിക്കൽ ജോലിക്ക് പോകാൻ പറ്റില്ല, അവർക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റില്ല. സംവിധായകനായി പോയ വലിയ തകരാറാ. ഞാൻ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട്. ഷട്ടറിൽ പറയുന്ന പോലെ ഭർത്താക്കന്മാർക്ക് ഒരു വട്ടമെങ്കിലും ഭാര്യയെ പറ്റിക്കാൻ തോന്നിയിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? തിരിച്ചുണ്ട്, സ്ത്രീകൾക്കുണ്ടാവും. എല്ലാവരും ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ട്രൂ. എന്താ സംശയം? ഷട്ടറിന് നാഷണൽ അവാർഡ് കിട്ടുമായിരുന്നു ജൂറി ആ സിനിമ കണ്ടിരുന്നെങ്കിൽ. ജൂറി കണ്ടിരുന്നെങ്കിലല്ല, ജൂറി നാഷണൽ ജൂറിക്ക് റീജിയണൽ കമ്മിറ്റി അയച്ചു കൊടുത്തിരുന്നെങ്കിൽ. അയച്ചു കൊടുത്തില്ല. റീജിയണൽ കമ്മിറ്റി കണ്ടിരുന്നു, കണ്ടു, അവരയച്ചു കൊടുത്തില്ല. അപ്പോ നാഷണൽ അവാർഡ് കിട്ടുമായിരുന്നു. വൈ ആർ യു സോ കോൺഫിഡന്റ് അത്തരം കാര്യങ്ങളിൽ? ബിക്കോസ് ഐ ഹാവ് ഓൾവേസ് സീൻ യു സോ കോൺഫിഡന്റ്. ഐ ആം വെരി കോൺഫിഡന്റ്. ഞാൻ സിനിമ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഐ ഹവ് നോട്ട് ബീൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നു, എനിക്ക് അതിന് പറ്റിയ ടീം ഉണ്ടായിരുന്നു. ഞാൻ സിനിമ എടുത്തു. IFFKയിൽ കാണിച്ചു, തിരുവനന്തപുരം ഫെസ്റ്റിവൽ കാണിച്ചപ്പോൾ കയ്യടി കിട്ടി. അവിടെ രജത ചകോരം വാങ്ങി എൻ്റെ സിനിമ. 14 വിദേശ രാജ്യങ്ങളോട് മത്സരിച്ചിട്ടാണ് മലയാള സിനിമ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. 17 കൊല്ലത്തെ ചരിത്രത്തിലാദ്യമാണത് അവിടെ. അപ്പോൾ ആ സിനിമ നാഷണൽ അവാർഡിനും സ്റ്റേറ്റ് അവാർഡിനും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് പ്രതീക്ഷിക്കും? എനിക്കുള്ള അവാർഡല്ല, എനിക്ക് രജത ചകോരം കിട്ടി. ലാലുണ്ട് അതിൽ, സജിത മഠത്തിലുണ്ട്, വിനയ് ഫോർട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹരിനായരുടെ ക്യാമറ ഉണ്ട്, രഘുനാഥ് രവിയുടെ സൗണ്ട് ഉണ്ട്. ഏത് മേഖലയിലാണ് മോശം ആ പടം എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ അറിയുന്നു ഈ പടം നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല. അയക്കാതിരുന്നു. സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമോ, സങ്കടം വരുമോ? കാരണം എൻ്റെ പെയിനാണ്, എൻ്റെ സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് അതിലുണ്ട്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, രോഷം വരും. അങ്ങനെയാണ് ഞാൻ. മത്സരിച്ച് തോറ്റതിലല്ല, മത്സരിക്കാത്തതിലാണ്. യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാ. യുദ്ധത്തിൽ തോൽക്കും ജയിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ യുദ്ധം ചെയ്യാൻ അനുവദിക്കണം. സൂപ്പർ. ദാറ്റ്സ് ജോയ് മാത്യു, എന്താ പറയാ, a man of his words with me on Club FM Star Jam. 10 കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ട് ഷട്ടർ തുറക്കാൻ പോവാണ് ഞാൻ. ജസ്റ്റ് സേ ട്രൂ ഓർ ഫാൾസ് ആൻഡ് വൈ. ഓക്കെ. അന്നയും റസൂലാണ് മലയാളം കണ്ട ഏറ്റവും നല്ല പ്രണയകഥ. അന്നയുടെ അച്ഛൻ പറയാം. ഏറ്റവും നല്ല പ്രണയകഥ അതൊന്നുമല്ല, നല്ല പ്രണയകഥകളിൽ ഒന്ന് എന്ന് ഞാൻ പറയും. ഫഹദ് ഫാസിലിന്റെ പ്രണയം ഞാൻ വിശ്വസിക്കുന്നു. അന്നയോടുള്ള റസൂലിന്റെ റിയൽ ലൈഫിലെ പ്രണയം ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഫഹദിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാവാൻ സാധ്യത. അത് വിശ്വസിച്ചേക്കാം. ഫഹദിന്റെ നോട്ടം കണ്ടപ്പോ അന്നേ തോന്നിയിരുന്നു ഇവൻ ഒരു ചുറ്റിക്കളി വന്ന് കണ്ടിരുന്നു ഞാൻ. ഇല്ല, ഈ ഫഹദ് ഭയങ്കര നല്ല ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടറാണ്. പിന്നെ മാത്രമല്ല വെരി സെൻസിറ്റീവ്. പ്രേമത്തെക്കുറിച്ചൊന്നുമല്ല ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ പുസ്തകങ്ങളെക്കുറിച്ചും പിന്നെ അവരുടെ US എക്സ്പീരിയൻസ്. മാത്രമല്ല വി വാസ് സോ ക്യൂരിയസ് ടു നോ വാട്ട് വാസ് പൊളിറ്റിക്സ്. അങ്ങനല്ലേ എൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ അറിയാനും കഥകൾ കേൾക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ഒരു നല്ല ആക്ടറുടെ ക്വാളിറ്റി അത്. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾക്ക് കിട്ടാവുന്ന സംഗതികൾ അറിയാനുള്ള ശ്രമിക്കുക എന്നുള്ളതിന് വലിയ കാര്യമാണ്. നമ്മൾ പല നടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചാൻസ് കിട്ടിയ ഒരു വർക്കില്ലേ അപ്പം ഉറക്കത്തിലേക്ക് എഴുതി വീഴുന്നത്. ഫഹദ് അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ കൊണ്ട് വിപ്ലവം ഉണ്ടാക്കാം. ട്രൂ ഓർ ഫാൾസ്? ഒറ്റ സിനിമയുടെ ഡയറക്ടർ പറയാം. ട്രൂ. ഷട്ടർ കൊണ്ട് വിപ്ലവം ഉണ്ടാക്കി വിശ്വസിക്കുന്നുണ്ടോ? വിപ്ലവത്തിന് തുടക്കമിട്ടു. വിപ്ലവം ഉണ്ടാക്കിയെന്നല്ല, വിപ്ലവത്തിന് തുടക്കമിട്ടു. കാരണം സിനിമയ്ക്ക് ഒരു കഥയല്ല വേണ്ടത്, ഒരു സിറ്റുവേഷനാണ്. ജോയ് മാത്യു, ഞാനൊരു വൺ ടൈം വണ്ടർ ആണ്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഞാൻ വണ്ടറേ അല്ല, പിന്നല്ലേ വൺ ടൈം. മലയാള സിനിമയുടെ നീളം സത്യത്തിൽ കൂടുതലാണ്. 56 അക്ഷരം. മലയാളം തന്നെ നീളം കൂടുതലാണ്. എനിക്കും അറിയില്ല 56 അക്ഷരം. ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ 56 അക്ഷരം എല്ലാവർക്കും അറിയുന്നുള്ളത്. അതുപോലെ തന്നെ മലയാള സിനിമേൻ്റെ നീളവും കൂടുതലാണ്, സ്ഥൂലവുമാണ്. ആവശ്യമില്ലാത്തൊക്കെ കുത്തിയറച്ചിട്ടല്ലേ ഇത്. 8 പാട്ട്. പൊണ്ണത്തടിയനാണ് സിനിമ. പൊണ്ണത്തടിയനാണ്. ആവശ്യമില്ല. ഇനി വരുന്ന കാലത്തുണ്ടല്ലോ 1 മണിക്കൂർ കൊണ്ട് തീരും സിനിമ. മൾട്ടിപ്ലക്സ് സിനിമകളെ വരുള്ളൂ ഇനി. ആമേനിലെ പോലെ ചില തട്ടിപ്പ് വൈദികന്മാരെ എനിക്കും അറിയാം, ഇഷ്ടം പോലെ. എൻ്റെ നാട്ടിൽ തന്നെ പള്ളിയിൽ അച്ഛനെ തല്ലുന്ന സംഭവം ഉണ്ടായി, അച്ഛൻ തിരിച്ചു തല്ലുന്ന സംഭവം ഉണ്ടായി. പള്ളി 2 ഗ്രൂപ്പായി പിരിയാൻ പോവാണ്. പിന്നെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള എത്ര അച്ഛന്മാരെ കഥ നമുക്കറിയാം. നല്ല അച്ഛന്മാരും ഉണ്ട് കേട്ടോ, പക്ഷേ അധിക പേരും ഒരു ജോലി എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ആമേൻ. ആമേൻ.
అందం విట్టులోకి గ్రామమావే ఎంగొందిన వన్న దేవదూతం తలో డలాలి నీటిలో మొలకెత్తుം കാറ്റ്. You are under arrest എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. വെൽ, ജോയ് മാത്യു, ഡയറക്ടർ ഓഫ് ഷട്ടർ, ഞാൻ അങ്ങേ ഒരു മുറിക്കുള്ളിട്ട് ഷട്ടർ ഇടാൻ പോവാണ്. സമ്മതിച്ചു. റെഡി? റെഡി. ആൻഡ് യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഷട്ടറിന് ആരാണ് ഷട്ടർ ഇട്ടത്? ഷട്ടറിന് ഷട്ടർ ഇട്ടത് ഷട്ടർ സഹിക്കാൻ പറ്റാതെ, കണ്ട് സഹിക്കാൻ പറ്റാതെ അസഹിഷ്ണുക്കളായ അസൂയാലുക്കൾ, നമ്മളുടെ അസൂയാലുക്കൾ എന്ന് പറയാം. അസഹിഷ്ണുതയാണ് ഭയങ്കരം. അസൂയ വലിയ പ്രശ്നമല്ല, അത് ഈ അസഹിഷ്ണുത ഭയങ്കര, നമുക്ക് സഹിക്കാൻ പറ്റാതെയാവുക. അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് ഷട്ടർ ഇട്ടത്. എന്ന് വെച്ചാൽ അതിന് വേണ്ട പരിഗണന തരാതിരിക്കുക, ഒതുക്കുക എന്നൊക്കെ പറയില്ലേ. പല ഡയറക്ടേഴ്സിനെയും പേരുകൊണ്ട് പരാമർശിച്ചിട്ടുണ്ട് ഡയറക്ടർ ജോയ് മാത്യു. വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ബീയിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. നാളെ എനിക്കതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കില്ല. മറ്റന്നാൾ ഇയാൾ അവാർഡ് കമ്മിറ്റിയിൽ വരികയും ഞാൻ അന്ന് സുഖിപ്പിച്ചതുകൊണ്ട്, അന്ന് മൗനിയായിരുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടും എന്ന് ധരിക്കുന്ന ആളല്ല ഞാൻ. ബീയിങ് ആൻഡ് നത്തിങ്നെസ് എന്നാണ് എൻ്റെ പോളിസി. ഇപ്പം ഈ നിമിഷമേ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നോട് സംസാരിച്ചിരിക്കുന്ന ഈ നിമിഷം എനിക്ക് ജീവിതത്തിലുള്ളൂ. ഈ നിമിഷം എനിക്ക് ജോയ്മേറ്റ് ആയാൽ മതി. എനിക്ക് വിനയാന്വിതനായ ഒരു മനുഷ്യനാവൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒന്നും ഞാൻ റിപ്പൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല, ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നത് എന്താ പ്രശ്നം? പേരെടുത്ത് പറഞ്ഞാൽ എനിക്കൊരാരും ചെലവില്ല, എനിക്കൊരാരും ചെലവില്ല. പിന്നെന്താ, എനിക്കിതില്ല, ഞാൻ ഗൾഫിൽ പോയി വേറെ ജോലി എടുത്ത് ജീവിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ജീവിതകാലം മുഴുവൻ ചില ആൾക്കാർ ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അടുത്ത സിനിമ എടുക്കും. എനിക്ക് സിനിമ എടുക്കണ്ട, തീർന്നില്ലേ? വെൽ, അടുത്തത് സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർക്ക് വിവരമില്ല എന്ന് ജോയ് മാത്യൂസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഐ ഹവ് ഹേർഡ് ഇറ്റ്, ഐ ഹവ് റെഡ് ഇറ്റ്. ഇസ് ദാറ്റ് ട്രൂ? അങ്ങനെ പറഞ്ഞു? ശരിയല്ലേ? പറഞ്ഞില്ല എന്ന് പറയുന്നില്ല, ശരിയല്ലേ? താൻ പറ. വെൽ, ഞാനൊരു സിനിമ പിടിച്ചിട്ട് ഞാൻ സെൻസർ ബോർഡിന്റെ അടുത്ത് പോയിട്ടില്ല സർ. അറ്റ് ദ സെയിം ടൈം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഐ സ്റ്റിൽ വണ്ടറിങ് വൈ ദിസ് ബോർഡ്. എന്ത് സെൻസർ? നമ്മുടെ സെൻസർ ചെയ്തെന്ന് പറയുന്ന സിനിമകൾ പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിലെ വാക്കുകളൊക്കെ ഞെട്ടിക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇത് സെൻസർ ചെയ്ത് തന്നെയാണോ നമുക്കെന്നെ തോന്നും. പിന്നെ സർട്ടിഫിക്കറ്റിലെ തരംതിരിവ്, I really hate those things, you know. Thank you very much. ഇത് ക്ലബ് FM ൽ You Are Under Arrest. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ ജോയ് മാത്യു ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. മലയാള സിനിമയുടെയും മലയാള സിനിമയിലകത്തുള്ള പലരുടെയും വായിക്ക് ഷട്ടർ ഇടുന്ന പോലത്തെ സംസാരമായിരുന്നു ഇന്നത്തെ ഷോയില്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടർ ജോയ് മാത്യു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി ഷോ. താങ്ക് യു. സോ 3 മണിക്കൂർ, വാട്ട് യു ഫീൽ സർ? ഫാന്റാസ്റ്റിക്. എന്നെ കൊണ്ട് പലതും പറയിപ്പിച്ചു. മാറ്റി പറയണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ തോന്നി വേണ്ട, അങ്ങനെയൊക്കെ കിടന്നോട്ടെ. യുനോ, സഞ്ജയ് ദത്തിനെ കുറിച്ച് സംസാരിച്ച ദിവസങ്ങളാണ് കടന്നു പോണേ. സഞ്ജയ് ദത്ത് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ ദിവസം. ഇതിനു മുമ്പ് കമൽഹാസൻ പൊട്ടിക്കരഞ്ഞു ഫിലിമിന് വേണ്ടിയിട്ട്. സിനിമാക്കാർ ഭയങ്കര സോബറാണോ, ഭയങ്കര സോഫ്റ്റ് ആണോ? അത് കലാകാരന്മാർക്കൊക്കെ ഉള്ളതാണ്. അതില്ലാന്ന് പറയുന്നവൻ കലാകാരനല്ല. ഞങ്ങളൊക്കെ ഒരു സിനിമ എടുക്കുമ്പോഴും ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോഴും ഉള്ളിൽ കരയന്നെ ചെയ്യുന്നത്. അത് കോമഡി ചെയ്യുമ്പോഴും ട്രാജഡി ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു നമ്മൾ ക്രിയേഷന്റെ ഭാഗവുമുണ്ടല്ലോ. നമ്മൾ ഇമോഷണലായി പറ്റൂ. ബുദ്ധിപരമായിട്ടുള്ളൊരു വ്യായാമം അത്. അങ്ങനെയാണെങ്കിൽ വല്ല ലേഖനം എഴുതിയാൽ പോലെ, വൈജ്ഞാനിക ഗ്രന്ഥം എഴുതിയാൽ പോലെ. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രന്ഥം എഴുതിയിട്ട് എഴുതിയാൽ മതി. മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കാനാണ് കല, സിനിമ, കവിത, പോയട്രി, മ്യൂസിക് ഒക്കെ അല്ലേ. തലച്ചോറിന് സ്പർശിക്കാനല്ല, പക്ഷെ മനസ്സിനെ സ്പർശിക്കുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിലും എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റിയാൽ ഷട്ടർ പോലത്തെ സിനിമ വിജയം എന്ന് പറയേണ്ടി വരും. ഞാൻ I have done more than 250 to 300 interviews with 300 stars, but this interview is very special for me, sir. Thank you for your compliment. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഷെയറിങ് മൈ എക്സ്പീരിയൻസസ് വിത്ത് യു. ആൻഡ് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. വെരി ഇമോഷണൽ. ഒരു കടയുടെ ഷട്ടർ സാർ തുറന്നു, പലരുടെയും ഷട്ടർ സാർ താഴെ ഇട്ടു. ഇനി അടുത്തെന്താ? ഇപ്പൊ ഞാൻ ആമീനുള്ള സിനിമയിൽ അഭിനയിച്ചു, വളരെ നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അന്നി റസൂലിൽ അഭിനയിച്ചു, പിന്നെ ഹണി ബി എന്നുള്ള പടത്തിൽ അഭിനയിച്ചു, റോസ് ഗിറ്റാർനാൽ എന്നുള്ള പടത്തിലും ചെറുതായിട്ട് അഭിനയിച്ചു. ഇങ്ങനെ കുറെ പുതിയ ജനറേഷൻ കുട്ടികളില്ലേ, ഈ പുതിയ കുട്ടികൾ ഒരുപാട് സിനിമകളിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നത്. അവർക്ക് എന്താ അറിയില്ല, അവർക്ക് അമ്മ അറിയാൻ്റെ ആരാധകരാണ്. 25 കൊല്ലത്തിന് ശേഷമാണ് ഈ കുട്ടികൾ തിരിച്ചറിയുന്നത് അമ്മ അറിയാൻ ഗംഭീര സിനിമയാണെന്നും. അപ്പോൾ അതിൽ ഭാഗവാക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് അവരെന്നോട് വന്നിട്ട് പറയും ഞങ്ങളുടെ പടത്തിലൊന്നും അഭിനയിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാണ്ട് ടു ബി യങ്. നോ, ഇവരെ കൂടെ നിൽക്കുമ്പോൾ അവർ ബോസില്ല, സാറ് വിളിയില്ല, ജോയേട്ടാന്ന് വിളിക്കുക. എനിക്കിഷ്ടമാണ്. മാത്രമല്ല അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരുടെ സിനിമയോടുള്ള പ്രേമം, അവരുടെ വർക്കിനോടുള്ള ഭയങ്കര കമ്മിറ്റ്മെന്റ് പലർക്കും ഇല്ല. ഒന്നും പണത്തിന് വേണ്ടിയല്ല അവർ പലരും സിനിമ എടുക്കുന്നത്. അതാണ് ഏറ്റവും രസം. സിനിമ എടുക്കാൻ വേണ്ടി സിനിമ എടുക്കുക. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ആയിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ 4ാമത്തെ സിനിമ ആണ് അടുത്തെടുക്കുന്നത്. 3 എണ്ണം എടുക്കുന്നില്ല. ഈ ഷട്ടർ തന്നിട്ടുള്ള ഒരു ഭയങ്കരമായ ഹെവിനെസ് ഉണ്ട് എനിക്ക്. ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അത് വലിയൊരു ചാലഞ്ചുമാണ്. ആ ചാലഞ്ചിന് ഒരു നല്ല ആക്ടറിനെ ഞാൻ തരുന്നു സർ. അയ്യോ വേണ്ട, ഞാൻ ആ ആക്ടർ. ടൺ കണക്കിന് ഫൺ.